രൂക്ഷമായ മണ്ണിടിച്ചിലിനെ തുടർന്ന് സ്വന്തം വീട് ഉപേക്ഷിച്ച് നാടുവിടേണ്ട അവസ്ഥയാണ് തിരുവനന്തപുരം ജില്ലയിലെ കുഞ്ചുവീട് പ്രദേശത്തുകാർക്ക്. ഇവിടെ മണ്ണിടിച്ചിൽ പേടിയിൽ വീട് ഉപേക്ഷിച്ച് പോയത് 10ഓളം കുടുംബങ്ങളാണ്. തിരുവനന്തപുരത്ത് ആക്കുളംപാടിലെ കുഞ്ചുവീട് പ്രദേശത്ത് ദക്ഷിണ വ്യോമസേനയുടെ ഉടമസ്ഥയിലുള്ള കുന്നിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു തുടങ്ങിയിട്ട് നാളുകളായി. കുന്നിൻ മുകളിലെ വലിയ മരങ്ങൾ ഉൾപ്പെടെയാണ് താഴെ ജനവാസ മേഖലയിലേക്ക് പതിക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനിടയിലാണ് മണ്ണിടിച്ചിലിന്റെ വേഗത കൂടിയത്. ചെറിയ രീതിയിൽ മണ്ണിടിഞ്ഞു തുടങ്ങിയപ്പോൾ ചിലർ വലിയ കോൺക്രീറ്റ് ഭിത്തി നിർമ്മിച്ച് അത് തടയാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ ഫലമുണ്ടായില്ല. അവസാനം ജീവഭയത്താൽ വീട് ഉപേക്ഷിച്ച് സ്ഥലം വിട്ടു. ഭയപ്പാടോടാണ് എല്ലാവരും കഴിയുന്നത്. ഇവിടെ അതിനപ്പുറത്തും വീടുകളുണ്ട്, അവിടെയും ഇതുപോലെ മണ്ണിടിഞ്ഞു കൊണ്ടിട്ടുണ്ട്. അപ്പുറത്തോട്ട് 2 വശത്തും മണ്ണ് കൊണ്ടിട്ടുണ്ട്. അങ്ങോട്ടൊക്കെ പോവുകയാണെങ്കിൽ അവിടെ ആൾക്കാർ സ്ഥിര താമസക്കാരാണ്, അവരെല്ലാം സാധാരണക്കാരാണ്. അവരൊക്കെ ഇതുപോലെ വലിയ വീടുകളൊന്നും അല്ലാതെ ചെറിയ ചെറിയ വീടുകളാണ്. അവിടെ ചെന്നാൽ നിങ്ങൾക്കത് കാണാം. മറ്റൊരിടത്തേക്ക് മാറി താമസിക്കാൻ സാമ്പത്തിക ശേഷിയില്ലാത്ത സാധാരണക്കാരായ ആളുകളും കുന്നിന് താഴെ കഴിയുന്നുണ്ട്. മഴയുള്ള രാത്രികളിൽ ഉറക്കമില്ലാതെ ഉണർന്നിരിക്കാനാണ് ഇവരുടെ ദുർവിധി. ഞാനും എൻ്റെ കുടുംബം ഇവിടെ പേടിച്ചിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. എയർപോർട്സിൻ്റെ മണ്ണിടി മൂലം നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇവിടെ കൗൺസിലറാണ്, ഇവരുടെ ഉദ്യോഗസ്ഥന്മാരും ഇവിടെ വന്നിട്ടില്ല. എയർപോർട്സിൻ്റെ ഉദ്യോഗസ്ഥന്മാർ എന്താണെന്ന് അറിയാൻ വേണ്ടി അവർ വന്നിട്ടില്ല. നമ്മൾ പിന്നെ പേടിച്ച് തന്നെയാണ് ജീവിക്കുന്നത്. നമുക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഉദ്യോഗസ്ഥരെ കണ്ണെന്ന് പറഞ്ഞ നല്ല കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ ആരും വന്ന് എന്താണെന്ന് അവർ ചോദിച്ചിട്ടില്ല. വീട് വയ്ക്കാനായി വലിയ വിലയ്ക്ക് ഭൂമി വാങ്ങിയവർ പദ്ധതി ഉപേക്ഷിച്ചു. 25 സെന്റോളം സ്വകാര്യ ഭൂമി ഇടിഞ്ഞു വീണ മണ്ണിനടിയിൽപ്പെട്ടു. നിരവധി തവണ പരാതി അറിയിച്ചിട്ടും വ്യോമസേനയുടെ ഭാഗത്തു നിന്നോ നഗരസഭയുടെ ഭാഗത്തു നിന്നോ ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.